അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ അടുത്ത പ്രോബ്ലം ഇല്ലസ്ട്രേഷൻ 11 ആണ്. മിസ്റ്റർ ലക്ഷ്മൺ ഫർണിഷസ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഹിസ് ഇൻകം ആൻഡ് യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഹിസ് ടാക്സ് ലയബിലിറ്റി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25 അണ്ടർ ഓപ്ഷണൽ ടാക്സ് റെജീമാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷണൽ ടാക്സ് റെജീം അതായത് പഴയത് തന്നെ, നോർമൽ പ്രൊവിഷൻസ് തന്നെ. ഇനി ഐറ്റംസ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് സാലറി ഫോർ ദ പ്രീവിയസ് ഇയർ 1,14,000 ഇൻകം ഫ്രം സാലറിയാണ്. ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഗ്രോസ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത് 3,000. ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതർ സോഴ്സിൽ വരുന്ന ഐറ്റമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 5,000, അതും അതർ സോഴ്സിൽ വരുന്ന ഐറ്റം തന്നെയാണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ ടേക്കൺ ടു പർച്ചേസ് ഗവൺമെൻറ് സെക്യൂരിറ്റി. ഈ നേരത്തെ നമുക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റിന്ന് ഇൻട്രസ്റ്റ് 5,000 രൂപ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ സെക്യൂരിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ 1,000 രൂപ വെച്ച് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 5 ലക്ഷമാണ് നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 5 ലക്ഷം നമ്മൾ ലോൺ എടുത്തിട്ടാണ് ആ ഒരു എമൗണ്ട് കണ്ടെത്തിയത്. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടിട്ട് നമ്മൾ ലോൺ എടുത്തപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കുന്നുമുണ്ട്. അപ്പോൾ നെറ്റ് എമൗണ്ട് മാത്രമേ നമുക്ക് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 5,000 നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിലും 1,000 രൂപ ഇൻ കണക്ഷൻ വിത്ത് ദാറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റി നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ബാക്കി 4,000 രൂപ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെറ്റ് എമൗണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതർ സോഴ്സിൻ്റെ കേസിൽ. നെക്സ്റ്റ് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടഡ് വാല്യൂ ആണ് 20,000. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആനുവൽ വാല്യൂന്ന് നമ്മൾ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. 20,000 ഡയറക്റ്റായിട്ട് എടുക്കാം. നെക്സ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 40,000 ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 10,000. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ എടുത്താൽ മതി. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 40,000 ഉണ്ടെങ്കിലും ലോസ് ആയിട്ട് ഒരു 10,000 ഉണ്ട്. അപ്പോൾ ബാക്കി 30,000 ആയിരിക്കും നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഒരു ഹെഡിൽ ഫൈനൽ എമൗണ്ട് ആയിട്ട് ഉണ്ടാവുക. ദെൻ ഡിവിഡൻറ്റ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി 4,000, അതും അതർ സോഴ്സിൽ വരുന്നതാണ്. ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് 7,000. ഇതൊക്കെ ഗ്രോസ് എമൗണ്ട് ആണ്. ഗ്രോസ് എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഗ്രോസപ്പ് ചെയ്യാനുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 4,000ഉം 7,000ഉം ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാം അതർ സോഴ്സിൽ തന്നെ. ദെൻ പേഴ്സണൽ അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ടോട്ടൽ ഇൻകം, അതായത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ ബ്രോഡ് ഫോർവേഡ് അഗ്രികൾച്ചറൽ ലോസ് 25,000. ഇവിടെ നമ്മളവിടെ ഒരു പ്രൊവിഷൻ പഠിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലോസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം അതേ ഹെഡിൽ തന്നെ, അതായത് അഗ്രികൾച്ചറൽ ഇൻകം യൂസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. അപ്പോൾ ലോസ് ആയിട്ട് 25,000 ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ 20,000 വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. ദെൻ പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം 6,500. ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നത് ATC പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന ആയിട്ടാണ്. ദെൻ പെയ്ഡ് ഡൊണേഷൻ ടു നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് 10,000. അപ്പോൾ അത് 80Gയിൽ നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടുന്നതായിട്ടാണ്. ദെൻ കോൺട്രിബ്യൂഷൻ ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആവുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യണം, അതിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ATCയിൽ ഡിഡക്ഷൻ കിട്ടുന്നില്ല. ATCയിൽ ഡിഡക്ഷൻ കിട്ടുന്നത് എപ്പോഴൊക്കെയാണ്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടോ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടോ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടോ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമാണ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ATC പ്രകാരം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ അൺറെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് നമുക്കത് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ദെൻ ഡെപ്പോസിറ്റഡ് ഇൻ PPF പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് 30,000. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം ആദ്യം ഇൻകം ഫ്രം സാലറി 1,14,000 ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇൻ്റർസെക്ഷൻ 16 സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള 50,000 കുറച്ച് കഴിഞ്ഞാൽ
ടാക്സബിൾ സാലറി നമുക്ക് കിട്ടി. വേറെ പെർക്വിസിറ്റോ അലവൻസസോ ഒന്നും നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡയറക്റ്റായിട്ട് കമ്മ്യൂട്ടഡ് വാല്യൂ തന്നിട്ടുണ്ട് 20,000. ദെൻ ക്യാപിറ്റൽ ഗെയിനിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 40,000 ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 10,000. അപ്പം ഫൈനലി 30,000 നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ ഉണ്ടാവുള്ളൂ. ദെൻ അതർ സോഴ്സിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു? ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി, അത് ഗ്രോസ് എമൗണ്ട് ആയിരുന്നു തന്നത് 4,000. ഇൻകം ഫ്രം യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് 7,000, അതും ഗ്രോസ് എമൗണ്ടാണ് തന്നിട്ടുള്ളത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൽ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് 3,000 തന്നിട്ടുണ്ട്. ദെൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 5,000 ആണ്. പക്ഷേ അതിൽ നമുക്കൊരു 1,000 രൂപ അതിൻ്റെ ലോൺ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ബാലൻസ് 4,000 ഗവൺമെൻറ് സെക്യൂരിറ്റി എന്നുള്ള ഹെഡിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് 4 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതർ സോഴ്സത്തെ ഐറ്റം കിട്ടും, എമൗണ്ട് കിട്ടും. ദെൻ ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണെങ്കിൽ 1,32,000. ഈ ഒരു 3 ഹെഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് 4 ഹെഡ്. നെക്സ്റ്റ് ഡിഡക്ഷൻസ് മൈനസ് ചെയ്യേണ്ടതാണ്. 80Cയിൽ PPFിലുള്ള ഡിഡക്ഷൻ 30,000 നമുക്ക് മൈനസ് ചെയ്യാം. ആൻഡ് ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് 6,500 അടച്ചതും ഡിഡക്റ്റ് ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റില്ല? അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കൊടുത്തത് ഡിഡക്റ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഇല്ല. ദെൻ 80Gയിൽ നമ്മൾ ഡൊണേഷൻ ടു NCF, അത് 100% ഡിഡക്ഷൻ കിട്ടുന്ന ഐറ്റമാണ്. നാഷണൽ ചിൽഡ്രൻ ഫണ്ടിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്താൽ അതിൽ കിട്ടുന്ന ഡിഡക്ഷൻ എമൗണ്ട് 10,000. ഇത്രയാണ് ഡിഡക്ഷൻസ് ഉള്ളത്. ടോട്ടൽ 46,500. നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് നമുക്ക് ടോട്ടൽ വരുന്നത് അപ്പോൾ 85,500 ആണ്. ഇനി അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ കേസും കൂടെ നോക്കാനുണ്ട്. അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് 20,000 ഉണ്ട്. ബട്ട് അതിൽ കഴിഞ്ഞ കൊല്ലത്ത് ഒരു 25,000 ലോസും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക. 20,000 പ്രോഫിറ്റും ആൻഡ് 25,000 ലോസും. അപ്പോൾ ബാലൻസ് എമൗണ്ട്, അതായത് അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് ലോസാണ് വരിക. അഗ്രികൾച്ചർ ഹെഡിൽ നമുക്ക് നെറ്റ് ലോസാണ് വരുന്നത്. നെറ്റ് ലോസ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്താൽ മാത്രം മതി. അടുത്ത കൊല്ലം അടുത്ത ഹെഡ് നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 5,000 രൂപ സെറ്റ് ഓഫ് ചെയ്യാം. അതല്ലാതെ ടോട്ടൽ ഇൻകത്തിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ദെൻ 85,500 ആണ്. സോ ടാക്സ് ലയബിലിറ്റി നില്ലാണ്. ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ കേസ് ഒന്ന് നോക്കുക. ആൻഡ് അതുപോലെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതും, അതാണ് ഒരു സെപ്പറേറ്റ് കാൽക്കുലേഷൻ ഇതിലേക്ക് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ശ്രീമതി മൃദുല ഗിവ്സ് എ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ ഫോർ ദ ഇയർ എൻഡിങ് 31st March 2024. She is maintaining accounts on cash basis. Find out a taxable income and tax payable amount under optional tax regime. Optional tax regime എന്ന് പറയുമ്പോൾ നോർമൽ പ്രൊവിഷൻ തന്നെ. അപ്പോൾ ഇതിൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ബിസിനസ് ഇൻകം കാണുന്ന സമയത്ത് 2 രീതിക്കാണ് ക്വസ്റ്റ്യൻ വരിക. ഒന്നെങ്കിൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ടും നമുക്ക് തരാം, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ പ്രൊഫഷൻ ആവുന്ന സമയത്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടോ ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അതിൽ ബിസിനസ് ഇൻകം മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, നമ്മളുടെ അഡ്മിസിബിൾ റെസീപ്റ്റുകൾ ഇൻകം എന്തൊക്കെയാണെന്ന് നോക്കുക, അതിൽ നിന്ന് അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ മൈനസ് ചെയ്യുക. ഇത്രയാണ് ചെയ്യാനുണ്ടാവുക. നേരെ മറിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമുക്ക് തന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകും. ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനോടുകൂടെ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യുകയും ഇൻഅഡ്മിസിബിൾ ഇൻകം ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലെസ് ചെയ്യുകയും വേണം. അപ്പോൾ രണ്ടിലും ട്രീറ്റ്മെൻറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ട് തന്നിരിക്കുന്നത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ബിസിനസ് ഇൻകം മാത്രമല്ല, ടാക്സബിൾ ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ തന്നിരിക്കുന്ന ഐറ്റത്തിൽ ചില ഐറ്റംസ് ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിരിക്കും, ചിലത് അതർ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ആദ്യം നോക്കാം. റെസീപ്റ്റ് സൈഡിൽ ബ്രോഡ് ഫോർവേഡ് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഫീസാണ് തന്നിട്ടുള്ളത്. ഫീസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഇൻകം തന്നെയാണ്. ഫീസായിട്ട് 23,000 2,61,000 ആൻഡ് 26,000. ഇത് 3 ഇയർത്തെ
ഫീസാണ്. ഫീസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ബിസിനസ്സിൻ്റെ ഇൻകം തന്നെയാണ്, അഡ്മിസിബിൾ ആയിട്ടുള്ള ഇൻകം തന്നെയാണ്. ദെൻ ഗിഫ്റ്റ് ഫ്രം ക്ലയൻറ്റ്. ഗിഫ്റ്റ് ഫ്രം ക്ലയൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ ഇൻകമാണ്, അപ്പോൾ അതും നമുക്ക് ആഡ് ചെയ്യാം. ദെൻ ലോട്ടറി വിൻ. ലോട്ടറി വിൻ എന്താണ്? ലോട്ടറി വിൻ എന്ന് പറയുന്നത് അതർ സോഴ്സിൽ വരുന്ന ഐറ്റമാണ്. ഇതിൽ ഗ്രോസ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മളിതിനെ ഗ്രോസ് അപ്പ് ചെയ്തിട്ടാണ് എടുക്കേണ്ടി വരിക. ഗ്രോസ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ എന്ത് തരും? ഗ്രോസ് എന്നുള്ളത് നമുക്ക് തരും. ഇവിടെ അത് പറയാത്തത് കൊണ്ട് നമ്മളിതിനെ ഗ്രോസ് അപ്പ് ചെയ്യണം. ഇനി UTI ഡിവിഡൻറ്റ്. UTI ഡിവിഡൻറ്റും അതർ സോഴ്സിൽ വരുന്ന ഐറ്റമാണ്. ദെൻ റെൻറ്റ് ഓൺ ഹൗസ്. റെൻറ്റ് ഓൺ ഹൗസ് എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. ദെൻ ഷെയർ ഇൻ എ ഫേംസ് പ്രോഫിറ്റ്. ഷെയർ ഇൻ എ ഫേംസ് പ്രോഫിറ്റ് എന്താണ്? ഓൾവേസ് എക്സംപ്റ്റഡ്. ഒരു ഫേമിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിലുള്ള ഷെയർ പാർട്ട്നേഴ്സിൻ്റെ ഹാൻഡിൽ എക്സംപ്റ്റഡ് ആയിട്ടാണ് കാണിക്കുക. ഈ 30,000 നമുക്ക് എക്സംപ്റ്റഡ് ആയിരുന്നു. ഓക്കെ, അത്രയാണ് റെസീപ്റ്റ് സൈഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി പേയ്മെൻറ്റ് സൈഡ് നോക്കുക. ഒന്നാമത്തത് ടൈപ്പ് റൈറ്ററാണ്, 20,000. ടൈപ്പ് റൈറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു അസറ്റാണ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് കാണാറില്ല. ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെടുക്കാറില്ല, പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല. നേരെ മറിച്ച് അതിൻ്റെ ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചാർജ് ചെയ്യേണ്ടി വരും. അസറ്റിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ ആസ് സച്ച് അല്ല നമ്മൾ എടുക്കേണ്ടത്, അതിൻ്റെ ഡിപ്രിസിയേഷൻ്റെത് മാത്രമാണ് നമ്മളുടെ എലോവബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. സാധാരണ ഇത്തരം അസറ്റിൻ്റെയൊക്കെ ഡിപ്രിസിയേബിൾ റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. 15 നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും. ബിസിനസ്സിൻ്റെ കേസിൽ ഡിപ്രിസിയേഷൻ്റെ റേറ്റ് എഴുതുന്ന കൂട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ കാർ എക്സ്പെൻസസ് ഉണ്ട് 36,000. അത് നോർമലി ബിസിനസ് എക്സ്പെൻസ് ആണ്. ഇനി അതല്ല പേഴ്സണൽ യൂസിന് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അഡീഷണൽ ഇൻഫോർമേഷനിൽ പറയും. അങ്ങനെയാണെങ്കിൽ മാത്രം അത് ഡിസലോവബിൾ ആയിട്ട് മാറുന്നത്. അതർവൈസ് എലോവബിൾ എക്സ്പെൻസ് ആണ് കാർ എക്സ്പെൻസ്. ദെൻ ഓഫീസ് എക്സ്പെൻസ്, അതും എലോവബിൾ എക്സ്പെൻസ് ആണ്. ദെൻ വേജസ്. 2 ഇയർത്തതായിട്ടാണ് തന്നിട്ടുള്ളത്. രണ്ടും നമുക്ക് വേജസ് എന്നുള്ള ഹെഡിൽ എലോവബിൾ ആണ്. ദെൻ മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സ് എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഐറ്റമാണ്. ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ഐറ്റമാണ് മുനിസിപ്പൽ ടാക്സ്. ദെൻ ഓഫീസ് റിപ്പയേഴ്സ്. ഓഫീസ് റിപ്പയേഴ്സ് എന്ന് പറയുന്നത് എലോവബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്, റിപ്പയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ദെൻ ലോൺ ഇൻട്രസ്റ്റ് ഫോർ പേഴ്സണൽ പർപ്പസ്, അത് നമുക്ക് എന്തല്ല, എലോവബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതെവിടെയും എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 16,000. അത് ഡിഡക്ഷനാണ്, ETCയിൽ ഡിഡക്ഷനാണ്. ദെൻ ഇൻകം ടാക്സ് 4,000. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡിസലൗഡ് ആണ്, അതും ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസും ഇൻകം മാത്രം എടുത്താൽ മതി. ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസോ ഇൻകം ഉണ്ടെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ മൈനസ് ചെയ്യാനൊന്നും പോകണ്ട, അത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിലാദ്യം ഓർഡറിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ടോട്ടൽ ഇൻകം കാൽക്കുലേഷനിലേക്ക് പോയാലും മതി. ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റെൻ്റ് എത്രയാണെന്നുള്ളത്. 1,20,000 ആണ്. ആ 1,20,000 മുനിസിപ്പൽ ടാക്സിൻ്റെ വാല്യൂ 12,000 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാകും എക്സ്പെൻസ് ആയിട്ടുള്ള. ആ 12,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,08,000 കിട്ടും ആനുവൽ വാല്യൂ. ദെൻ ആനുവൽ വാല്യൂവിൽ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ടാക്സബിൾ ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. നെക്സ്റ്റ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനാണ്. അതിൽ ഷെയറിങ് ഫേംസ് പ്രോഫിറ്റ് എക്സംപ്റ്റഡ് ആണ്. ദെൻ നമ്മൾ ബാക്കി കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസുകൾ മൈനസ് ചെയ്തിട്ട് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ ഇൻകം ഫ്രം പ്രൊഫഷനിൽ റെസീപ്റ്റ് സൈഡിൽ വരുന്ന അഡ്മിസിബിൾ ആയിട്ടുള്ള ഇൻകം ഒന്ന് ഫീസാണ്. 3 ഹെഡിൽ തന്നിട്ടുണ്ട്, 3 കൂടെ ആഡ് ചെയ്താൽ മതി. ദെൻ ഗിഫ്റ്റ് ഫ്രം ക്ലയൻറ്റ്, അതും അഡ്മിസിബിൾ ആണ്. ബാക്കിയുള്ളതൊന്നും ബിസിനസ്സിൻ്റെ ഇൻകം അല്ല. ദെൻ അതിന് അലോവബിൾ എക്സ്പെൻസുകൾ മൈനസ് ചെയ്യുക. ഒന്ന് ഡിപ്രിസിയേഷൻ ഓൺ ടൈപ്പ് റൈറ്റ് അറ്റ് 15%. ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് 20,000 രൂപയാണ്. അതിൻ്റെ 15% 3,000 രൂപ. ദെൻ കാർ എക്സ്പെൻസ്, ഓഫീസ് വേജസ്, ദെൻ ഓഫീസ് റിപ്പയേഴ്സ്.
ഇത്രയും അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. അഡ്മിസിബിൾ അല്ലാത്തതൊന്നും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. ദെൻ അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ലോട്ടറി വിൻ ഉണ്ട്. ലോട്ടറി വിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രോസ് അപ്പ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അല്ല തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഗ്രോസ് അപ്പ് ചെയ്യണം. ഗ്രോസ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 100/70 ചെയ്താൽ മതി. തന്നിരിക്കുന്ന എമൗണ്ട് ഇൻറ്റു 100/70 ചെയ്താൽ ശരിക്കും എത്രയും നമുക്ക് ലോട്ടറി വിൻ ചെയ്തിട്ട് കിട്ടേണ്ടതെന്നുള്ളത് കിട്ടും. ഇപ്പോൾ തന്നിരിക്കുന്ന എമൗണ്ട് ഗ്രോസ് അപ്പ് ചെയ്തതല്ല, അതായത് നെറ്റ് എമൗണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്, TDS കട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട്. അപ്പോൾ അത് നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് ഗ്രോസ് അപ്പ് ചെയ്യണം. ഇനി അതെപ്പോഴത് അതിൻ്റെ TDS എവിടെ ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത് നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം. ഇനി ഡിവിഡൻഡ് ഫ്രം UTI നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട് 18,000. സോ ടോട്ടൽ 1,58,000 ആണ് അതർ സോഴ്സിൽ വരുന്നത്. ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. അതിന് ഡിഡക്ഷനായിട്ട് LIC എക്സ്പെൻസ് സൈഡിലുണ്ട്, LIC പ്രീമിയം അടച്ചിട്ടുള്ളത് 16,000. അപ്പം ടോട്ടൽ ഇൻകം കിട്ടി. ഇനി ഇതിൻ്റെ മുകളിൽ ടാക്സ് ലയബിലിറ്റി നമ്മൾ കാണണം. ടാക്സ് ലയബിലിറ്റി കാണുമ്പോഴാണ് നമുക്കവിടെ TDSൻ്റെ പ്രൊസീജിയറും കൂടെ നോക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു TDS എന്താണെന്നുള്ളത്. അത് ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ അത് വരുന്നത്. അപ്പോൾ നമുക്കറിയാം കാഷ്വൽ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ 111A പ്രകാരമുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതല്ലെങ്കിൽ LTCG അണ്ടർ സെക്ഷൻ 112A ഉണ്ടെങ്കിലൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടാക്സ് റേറ്റ് ആണ് അതിന് വരുന്നത്. 10%, 20%, കാഷ്വൽ ഇൻകം ആണെങ്കിൽ 30%. അപ്പോൾ നമ്മൾ അതുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സെപ്പറേറ്റ് കാണണം. അപ്പോൾ ഇതിൽ വിന്നിങ് ഫ്രം ലോട്ടറി 1,40,000 ഉണ്ട്. അതിൽ നമ്മൾ സെപ്പറേറ്റ് 30% ടാക്സ് കാണാം, 42,000. ഇനി ബാലൻസ് എമൗണ്ട് മാത്രമാണ് നമുക്ക് ഈ സ്ലാബ് റേറ്റ് വെച്ചിട്ട് കാണാനുണ്ടാവുക. അപ്പോൾ ടോട്ടൽ 3,46,600-ൽ 1,40,000 നമ്മൾ അതർ, അതായത് കാഷ്വൽ ഇൻകം ആണ്, വിന്നിങ് ഫ്രം ലോട്ടറി ആണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2,06,600 ആണ് ഉണ്ടാവുക. അതാണ് നമ്മൾ സ്ലാബ് റേറ്റ് വെച്ചിട്ട് കാണേണ്ടത്. സ്ലാബ് റേറ്റ് വെച്ച് കാണുമ്പോൾ 2,50,000 വരെ നില്ലായതുകൊണ്ട് നമുക്ക് റേറ്റ് വരുന്നില്ല. ഓക്കെ. അപ്പോൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 42,000 ആണ്. ഇനി നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നോക്കുക, നമുക്ക് നെറ്റ് എമൗണ്ട് 98,000 തന്നിട്ടുള്ളത്. വിച്ച് മീൻസ് 1,40,000-ൽ ഈ 42,000 അവർ ഓൾറെഡി TDS കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. TDS ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ കട്ട് ചെയ്തിരിക്കുന്ന TDS ആണ് ഈ 42,000. വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. സോ ടാക്സ് ലയബിലിറ്റി നില്ലായിരിക്കും. അപ്പോൾ TDSൻ്റെ കേസ്, TDS കട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടാണ് നമുക്ക് തന്നതെങ്കിൽ ടോട്ടൽ ഇൻകം കാൽക്കുലേഷനിലേക്ക് വരെ നമ്മളത് ഗ്രോസ് അപ്പ് ചെയ്തെടുക്കും. ബട്ട് ഫൈനലി നമ്മൾ ടാക്സ് പേയബിലിറ്റി കാണുന്ന സമയത്ത് ആ സമയം നമുക്ക് ഓൾറെഡി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന TDS അവിടെ ലെസ് ചെയ്യാം. കാരണം ഓൾറെഡി ആ TDS ടാക്സ് അവർ അടച്ചിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതാണ് TDSൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. ഇങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. നമ്മൾ കഴിഞ്ഞ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകത്തിലൊക്കെ TDS ഗ്രോസ് അപ്പ് ചെയ്യുന്നത് വരെ ഉള്ളത് സ്റ്റേജ് പഠിച്ചിട്ടുണ്ട്. അത് ടാക്സ് ലയബിലിറ്റി കാണുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അതൊന്ന് ഈ ക്വസ്റ്റ്യൻ നല്ലോണം നോക്കുക TDSൻ്റെ കേസ്. ഇനി ഇതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അടുത്തത്. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നോർമൽ പ്രൊവിഷൻസ് പ്രകാരം തന്നെ ഈ തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ നേരത്തെ തന്നതുപോലെയല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ. ഇതിൽ ഒരു സൈഡിൽ എക്സ്പെൻസുകൾ, ഒരു സൈഡ് ഇൻകമാണ് തന്നിട്ടുള്ളത്. ഇനി എക്സ്പെൻസിൽ നോക്കുക, റെൻറ്റ് ഈസ് അഡ്മിസിബിൾ, സാലറി അഡ്മിസിബിൾ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. സാലറി അഡ്മിസിബിൾ ആണ്. ദെൻ ലീഗൽ എക്സ്പെൻസ് അഡ്മിസിബിൾ ആണ്. ഡിസ്കൗണ്ട് അഡ്മിസിബിൾ ആണ്. ദെൻ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നോർമൽ കേസിൽ അഡ്മിസിബിൾ ആണ്. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യണം. ദെൻ ഡൊണേഷൻ ടു അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡൊണേഷൻ എന്തല്ല, അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അല്ല, അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇൻഅഡ്മിസിബിൾ ആയതുകൊണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ഇൻഷുറൻസ് അഡ്മിസിബിൾ ആണ്. മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുമ്പം ഓഫീസ് ബിൽഡിങ്ങിൻ്റെ മുനിസിപ്പൽ ടാക്സ് ആണെങ്കിൽ അഡ്മിസിബിൾ ആണ്. അതല്ല ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് ആണെങ്കിൽ ഇൻഅഡ്മിസിബിളും ആയിരിക്കും. അത് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരേണ്ടതാണ്. അത് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്.
ദെൻ നെക്സ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് അഡ്മിസിബിൾ ആണ്, അഡ്വർടൈസ്മെൻറ്റ് അഡ്മിസിബിൾ ആണ്, സെയിൽസ് ടാക്സ് അഡ്മിസിബിൾ ആണ്, ഇൻകം ടാക്സ് എന്തല്ല അഡ്മിസിബിൾ അല്ല, അഡ്മിസിബിൾ ആണ്. സോ ആഡ് ബാക്ക് ചെയ്യണം. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രൊവിഷൻസ് ഒന്നും അഡ്മിസിബിൾ അല്ല. ബാഡ് ഡെറ്റ് അഡ്മിസിബിൾ ആണ്, ബട്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് അഡ്മിസിബിൾ അല്ല, ഇൻഅഡ്മിസിബിൾ ആയതുകൊണ്ട് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ് അഡ്മിസിബിൾ ആണ്. ഇത്രയാണ് എക്സ്പെൻസ് സൈഡിൽ വരുന്നത്. ദെൻ ഇൻകം സൈഡിൽ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് അതർ സോഴ്സിൽ വരുന്നതാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ വരുന്നതാണ്. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി അതർ സോഴ്സിൽ വരുന്നതായിട്ടാണ്. ദെൻ ബാഡ് ഡെറ്റ് റിക്കവേർഡ് ആണെങ്കിൽ നോർമൽ കേസിൽ അഡ്മിസിബിൾ ആണ്. പക്ഷേ മുന്നേ അതായത് പ്രീവിയസ് ഇയേഴ്സിൽ ഏതോ ഒരു ഇയറിൽ ബാഡ് ഡെറ്റായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു എമൗണ്ട് ഇക്കൊല്ലം നമ്മൾ റിക്കവർ ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ അത് ഇൻഅഡ്മിസിബിളായിട്ട് മാറും. കറണ്ട് ഇയറിൽ തന്നെയുള്ള ഒരു ബാഡ് ഡെറ്റ് നമുക്കിപ്പോൾ റിക്കവർ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഡ്മിസിബിൾ ആണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ വിച്ച് വാസ് പ്രൊവൈഡഡ് ഏർലിയർന്നോ അല്ലെങ്കിൽ ഒരു 3 ഇയർ ബാക്കെന്നോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് മുന്നേ നമ്മൾ കൊടുത്തിരുന്ന ബാഡ് ഡെറ്റ് ഇപ്പോൾ റിക്കവർ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് അഡ്മിസിബിൾ ആയിരിക്കില്ല. ആ കേസിൽ അത് എന്ത് ചെയ്യണം, ലെസ് ചെയ്യേണ്ടി വരും. ഈ കേസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട, കാരണം ഇത് ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, ഇക്കൊല്ലത്തെ ബാഡ് ഡെറ്റ് തന്നെയാണെന്നുള്ളത് അസ്യൂം ചെയ്യാം. ദെൻ വിന്നിങ് ഫ്രം ലോട്ടറി ഗ്രോസ് എമൗണ്ട് 22,500. വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറയുമ്പോൾ അതെന്താണ്, അതർ സോഴ്സിൽ വരുന്നതായിട്ടാണ്. അപ്പോൾ അതർ സോഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റേതല്ലാത്ത ഇൻകം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ലെസ് ചെയ്യണം. ഇവിടെ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ബാക്ക് ചെയ്യണം. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. റെൻറ്റ് വാസ് പെയ്ഡ് ടു ഗോഡൗൺ ഓൺഡ് ബൈ ദ പ്രൊപ്പറൈറ്റർ ഓൺ ചെയ്യുന്ന ഗോഡൗണിൻ്റെ റെൻ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഏത് ഈ പറഞ്ഞിരിക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അഡ്മിസിബിൾ അല്ല. ബിസിനസ്സിൻ്റെ റെൻ്റാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതേ അഡ്മിസിബിൾ ആവുള്ളൂ. ഇവിടെ സെപ്പറേറ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊപ്പറൈറ്റർ ഓൺ ചെയ്യുന്ന ഗോഡൗണിൻ്റെ റെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ഇൻഅഡ്മിസിബിളായിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് ദ ഐറ്റം സാലറി ഇൻക്ലൂഡ് 7,500 പെയ്ഡ് ടു പ്രൊപ്പറൈറ്റേഴ്സ് സൺ ഫോർ ഹിസ് കാഷ്വൽ ഹെൽപ്പ്. അതെന്തല്ല അഡ്മിസിബിൾ അല്ല. നോർമൽ കേസിൽ സാലറി അഡ്മിസിബിൾ ആണെങ്കിലും പ്രൊപ്പറൈറ്ററിൻ്റെ സണ്ണിന് അവരുടെ ഒരു നോർമൽ കേസിൽ ഒരു ഫാദർ സൺ എന്നുള്ള രീതിയിലുള്ള ഹെൽപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 7,500 രൂപ കൊടുത്തു. അത് സാലറി ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്മിസിബിൾ അല്ല, ഇൻഅഡ്മിസിബിളായിട്ട് മാറും. അപ്പോൾ സാലറിയിലിപ്പം ടോട്ടൽ 30,000 ഉണ്ടെങ്കിലും 7,500 രൂപ ഇൻഅഡ്മിസിബിൾ ആണ്, അത് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ഔട്ട് ഓഫ് മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ഫോർ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി 1,000. നേരത്തെ പറഞ്ഞതുപോലെ മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുമ്പോൾ സാധാരണ ബിസിനസ്സിൻ്റെ ടാക്സാണ് അടച്ചതെങ്കിൽ അത് അഡ്മിസിബിൾ ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടീൻ്റെതാണ് 1,000 രൂപ. അപ്പോൾ ഈ 2,000-ൽ 1,000 രൂപ ഇൻഅഡ്മിസിബിളായിട്ട് മാറി, അതായത് ഡിസലൗഡ് ആയിട്ട് മാറി. അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ഔട്ട് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം 500 ഇസ് റിലേറ്റഡ് ടു ഹൗസ് പ്രോപ്പർട്ടി. ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ 6,000 പറഞ്ഞിട്ടുണ്ട്. അതിൽ 500 രൂപ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ റിലേറ്റഡ് ആയിട്ട് അടയ്ക്കുന്ന ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഇത് ഈ ഹെഡിൽ വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 500 രൂപ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ദെൻ അലോവബിൾ ഡിപ്രിസിയേഷൻ 11,000. അലോവബിൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്രിസിയേഷൻ 7,500 ആണ്. 11,000 രൂപയാണ് നമ്മൾ ശരിക്കും മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ അഡീഷണലായിട്ട് ഒരു 3,500 രൂപ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അത് ഇൻഅഡ്മിസിബിൾ ആയതുകൊണ്ടല്ല, നമ്മൾ ശരിക്കും ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് എക്സ്ട്രാ നമ്മളൊരു 3,500 കൂടെ മൈനസ് ചെയ്താൽ ആ അലോവബിൾ ഡിപ്രിസിയേഷൻ മൊത്തമായിട്ട് നമ്മൾ മൈനസ് ചെയ്തു എന്ന് പറയാൻ പറ്റുക. ഓക്കെ, അലോവബിൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരു 7,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഓൾറെഡി 7,500 മൈനസ് ചെയ്തു പോയി. പക്ഷേ 7,000 ആണ് അലോവബിൾ ഡിപ്രിസിയേഷൻ എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ മൈനസ് ചെയ്തിരിക്കുന്ന 500 രൂപ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ബാക്ക് ചെയ്യാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് എമൗണ്ടും കമ്പയർ ചെയ്തിട്ടാണ് ഇത് ആഡ് ചെയ്യേണ്ടതാണോ ലെസ് ചെയ്യേണ്ടതാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത്രയാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ. അതിൽ നെറ്റ് പ്രോഫിറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻകം, ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻകം നമ്മൾ ലെസ് ചെയ്യുക.
ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ എന്തൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഐറ്റംസ് തന്നെയാണ്. ദെൻ എക്സ്ട്രാ ഒരു ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 11,000 അടയ്ക്കേണ്ട സ്ഥലത്ത് 7,500 അടച്ചിട്ടുള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഒരു 3,500 കൂടെ നമ്മൾ അടയ്ക്കുന്നുണ്ട്, അതും ലെസ് ചെയ്യണം. നമുക്ക് ടോട്ടൽ ബിസിനസ് ഇൻകം കിട്ടി. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം 30,000 ആണ്. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടീൻ്റെ 30,000 ആണ് ഇൻകം എന്ന് പറയുന്നത്. അതേസമയം അവിടെ മുനിസിപ്പൽ ടാക്സ് ആയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു 1,000 രൂപ മുനിസിപ്പൽ ടാക്സ് അടച്ചത് റിലേറ്റഡ് ടു ഹൗസ് പ്രോപ്പർട്ടി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസീവ് സൈഡിൽ തന്നിട്ടുള്ള ആ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്ന് റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യണം. അപ്പോൾ ആനുവൽ വാല്യൂ കിട്ടും. ആനുവൽ വാല്യൂന്ന് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്താൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയി. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഡിവിഡൻഡ് ഉണ്ട്, വിന്നിങ് ഫ്രം ലോട്ടറി ഉണ്ട്. വിന്നിങ് ഫ്രം ലോട്ടറി ഗ്രോസ് എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഗ്രോസപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ബാക്ക് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോഴ്സിൻ്റെയും ഇൻകം കിട്ടി. ഇനി ബിസിനസ് ഇൻകം, ദെൻ അതുപോലെ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഇൻകം, അതർ സോഴ്സിൻ്റെ ഇൻകം കൂടെ ആഡ് ചെയ്താൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ ഡൊണേഷൻ കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഡൊണേഷനായിട്ട് അവർ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് 4,000 എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. 50% ഡിഡക്ഷൻ കിട്ടുന്ന ഐറ്റമാണ്. ഡിഡക്ഷൻ്റെ കേസ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ 2,000 രൂപയെ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫൈനൽ എമൗണ്ട് 2,11,300 ആണ്, വിച്ച് ഈസ് ബിലോ 2,50,000 ബേസിക് എക്സംഷൻ ലിമിറ്റ്. സോ ദർ ഈസ് നോ ടാക്സ് പേയബിൾ. ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. സോറി, ഇതിൽ 88 ഇയേഴ്സാണ് എന്ത് ഈ കൃഷ്ണൻ നമ്പ്യാർ എന്ന് പറയുന്ന പാർട്ടിക്ക് SSCക്ക് 88 ഇയേഴ്സാണുള്ളത്. 88 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ സീനിയർ സിറ്റിസൺ സൂപ്പർ സീനിയർ സിറ്റിസൺ ആയിട്ട് മാറുന്നുണ്ട്. സീനിയർ സിറ്റിസൺ ആകുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. സൂപ്പർ സീനിയർ സിറ്റിസൺ ആണ് 80 ഇയേഴ്സിന് എബോവ് ഉള്ളത്. അപ്പോൾ 80 ഇയേഴ്സ് എബോവ് ആയതുകൊണ്ട് ഇവരുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് 5 lakh ആണ്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 lakh ആണ്. സൂപ്പർ സീനിയർ സിറ്റിസൺ ആവുന്ന സമയത്ത് 5 lakh വരെ എക്സംപ്റ്റഡ് ആണ്. സോ എന്താണ്, ടാക്സ് പേയബിലിറ്റി വരുന്നില്ല ഈ ഒരു കേസിൽ.